കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും സഭായോഗങ്ങളിലും മറ്റ് ആരാധന സംവിധാനങ്ങളിൽ പോകുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് വിശദീകരിച്ച് പറയാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു സന്ദേശം കർത്താവിന്റെ നാമത്തിൽ കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ മത്തായിയുടെ സുവിശേഷം മുതൽ അങ്ങോട്ടുള്ള ഓരോ പുസ്തകങ്ങളിൽ എങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ക്രിസ്തുവിന്റെ സഭ വന്നത് എന്ന ഒരു വലിയ വെളിപ്പാട് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, സമയം അതിനായിട്ട് കണ്ടെത്തി ചെലവിടുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പല ദിവസങ്ങളായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ഒരു പ്രകാശം, വേദപുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രകാശം ഇങ്ങനെയാണ്. നമുക്കറിയാം, വംശാവലി 42 തലമുറകളുള്ള ഒരു വംശാവലിയാണ്. ആ വംശാവലിക്കകത്ത് അല്ല തെറ്റും ശരിയും ഒന്നും പറയാനുള്ള സമയമല്ല നമുക്കിത്. പക്ഷെ ഇതിനകത്തൊരു വലിയ മാർമികമായ രഹസ്യം ദൈവം മറച്ചു വെച്ചിരിക്കുന്നു എന്നത് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പാനായിട്ടിടയായി. സോ അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കും. ഇതിനെ സംബന്ധിച്ച ഒരു ഡിവോഷൻസ് ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിൽ നൽകിയിട്ടുണ്ട്. അത് സ്മോൾ ഡിവോഷൻ. സാധാരണ യഹൂദന്മാർ അവരുടെ വംശാവലികളിൽ സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്താറില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ, ഉന്നതനായ, അത്യുന്നതനായ, എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട് ക്രിസ്തുവിനെ വർണ്ണിപ്പാൻ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേശുവിന്റെ വംശാവലി എഴുതുമ്പോൾ, പുതിയ ഉൽപ്പത്തി മത്തായിയുടെ സുവിശേഷം 1-ൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അത് ഇന്റൻഷനലി, മനഃപൂർവമായി 5 സ്ത്രീകളുടെ പേരുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. 1 താമർ, 2 രഹാബ്, 3 റൂത്ത്, 4 ബേർഷേബ. 4 പേരെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ചരിത്രം പഠിച്ചാൽ, പഴയ നിയമത്തിന്റെ ഭാഗങ്ങൾ പഠിച്ചാൽ ഈ 4 വ്യക്തികളും വിവാഹിതരാണ്. ഇവര് 4 പേരും പുനർവിവാഹം ചെയ്യപ്പെട്ടവരാണ്. നമുക്കറിയാം, താമർ യൂദയുടെ മകനായിരുന്നു അവളുടെ ഭർത്താവ്. പക്ഷെ അവൻ മരിച്ച ശേഷം അവൾ വിധവയായി മാറി. പിന്നെ യൂദ അറിയാതെ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്നു, പുനർവിവാഹം. അതുപോലെ തന്നെ റൂത്ത്, റാഹബ്, ബേർഷേബ. നമുക്കറിയാം, ഊറിയാവിന്റെ ഭാര്യയായ ബേർഷേബ പിൽക്കാലത്ത് ദാവീദിന്റെ ഭാര്യയായി മാറി. ഇവിടെ ഒരു പുനർവിവാഹം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു പുരുഷൻ തൊടാത്ത, വിവാഹത്തിന് പോകാത്ത, യാതൊരു വിധമായ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാത്ത അനുഗ്രഹീതയായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയെ നമുക്ക് കന്യകയായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ ഇത് എടുത്ത് എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത, ഇത് 2 പ്രധാനപ്പെട്ട കാറ്റഗറി ഓഫ് പീപ്പിൾ, 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. 1 പുനർവിവാഹം ചെയ്യുന്നത്, 2 ആദ്യമായിട്ട് വിവാഹത്തിന് വരിക, പ്യുവർ വെർജിൻ. ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ലജ്ജാകരമായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. വിധവയുടെ അവളുടെ വിധവ എന്ന നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെ, വേദനകളിലൂടെ അവർ പോയിട്ടുണ്ട്, പരാജയങ്ങളിൽ പോയിട്ടുണ്ട്, തോൽവിയിൽ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ആഴമേറിയ തോൽവിയിൽ ജീവിച്ച 4 പേർ. എന്നാൽ അവരെയും ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നി എന്നത് വളരെ മനോഹരവും അത്ഭുതകരവുമായ കാര്യം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ആദ്യത്തെ പ്രകാശം, ഇത് വലിയ ദൈവവചന വ്യാഖ്യാനമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഉള്ളിൽ വന്ന പ്രകാശം, ഈ 2 ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ ഈ 2 ഗ്രൂപ്പ്, ഈ 2 വിഭാഗം, 1 പഴയ നിയമത്തിന്റെ ചിത്രവും 2 പുതിയ നിയമത്തിന്റെ ചിത്രവുമാണ്. പഴയ നിയമത്തിന്റെ ചിത്രം വിളിച്ചു പറയുകയാണ്, ദാണ്ടെ
റീമാരേജ് സംഭവിക്കുവാൻ പോവുകയാണ്. സീനായുടെ മുകളിൽ വെച്ച് ദൈവം കൊടുത്ത പ്രമാണം, വിവാഹ നിശ്ചയം. ഇസ്രായേൽ എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഭർത്താവാണെന്ന് ദൈവം പലവരു പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം ഉരുവിടുന്നത് കാണുവാൻ കഴിയും. എന്നാൽ നിർഭാഗ്യവശാൽ യഹോവയായ ദൈവത്തിന്റെ ഭാര്യയായിരുന്ന ഇസ്രായേൽ മറ്റിതര ദേവന്മാരെ സേവിപ്പാൻ പോയതിനാൽ, വിഗ്രഹാരാധനയിലേക്ക് പോയതിനാൽ അവര് ആ വിവാഹബന്ധത്തെ ഇല്ലാതെയാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൽ നിന്ന് അവരാകുന്നു. അനേക പ്രാവശ്യം ദൈവത്തോട് മത്സരിക്കുന്നവരായിട്ട് കാണാൻ പറ്റും. ബാലനെ സേവിപ്പാൻ പോയി, അശേരാ പ്രതിഷ്ഠയെ സേവിപ്പാൻ പോയി എന്ന് വേണ്ട, ലോകത്തന്ന് ഉണ്ടായിരുന്ന പല ജാതികളുടെ ദേവന്മാരെ അവർ സേവിപ്പാൻ പോയി. ഓരോ പ്രാവശ്യം അവർ വിഗ്രഹങ്ങളെ സേവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അതിനെ വിളിക്കുന്ന പേര് അഡൾട്ടറി എന്ന്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ അഡൾട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പോലെ ഏതെങ്കിലും സ്ത്രീകളുടെ റോഡ് വക്കിലോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വന്ന് ഒരു പുരുഷനെ വിളിച്ചുകൊണ്ട് അവൾക്ക് പണം സമ്പാദിക്കാനായിട്ട് പോകുന്ന വ്യഭിചാരത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. പ്രധാനമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ അഡൾട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡലട്രിയാണ്. നിങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കി. വിഗ്രഹാരാധനയാണ് വേദപുസ്തകത്തില് വേശ്യാവൃത്തി എന്നോ അല്ലെങ്കിൽ വ്യഭിചാരമെന്നോ പറയുന്നത്. അപ്പൊ ബാലിനെ സേവിപ്പാൻ പോയ ഇസ്രായേലിനെ ദൈവം വ്യഭിചാരണിയായി കണ്ടതുകൊണ്ട് ഭർത്താവിരിക്കെ മറ്റൊരു പുരുഷനുമായി ബന്ധത്തിൽ പോകുന്ന സ്ത്രീ, അവൾ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രയാണ്, അല്ലെങ്കിൽ അവൾ അതിൽ തുടരുവാനുള്ള അർഹത നഷ്ടപ്പെട്ടവളെന്ന് നമുക്ക് നിയമങ്ങളിൽ, പഴയ നിയമ പുസ്തകങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയും. അപ്പോൾ ഈ 4 സ്ത്രീകൾ പഴയ നിയമത്തിൽ ദൈവവുമായിട്ട് അകന്നുപോയ, ദൈവത്തിൽ നിന്ന് അന്യദേവന്മാരെ സേവിക്കാൻ പോയി, ജീവിതത്തിൽ വൈവാഹിക ബന്ധം നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചിത്രം. ഇത് മനോഹരമായിട്ടാണ് ദൈവം അത് എത്ര മഹത്വകരമായിട്ടാണെന്നറിയാമോ ഈ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവം എന്തൊരു കാര്യം ചെയ്തു, അവൾക്ക് തിരികെ വരുവാൻ ഒരവസരം കൊടുത്തു. ഈ 4 സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവർ 4 പേരും തിരികെ വന്നു. ഈ തിരികെ വന്ന ഈ 4 പേർ ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ടും മാനസാന്തരപ്പെട്ട, അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന അവസരത്തിൽ തിരികെ ദൈവത്തിങ്കിലേക്ക് തിരികെ വന്ന, അല്ലെങ്കിൽ തങ്ങളുടെ ഭർത്താവിലേക്ക് തിരികെ വന്ന്, പുനർവിവാഹത്തിലേക്ക് തിരികെ വന്ന പഴയ ഇസ്രായേലിന്റെ ചിത്രമാണ് ഈ 4 സ്ത്രീ. മടങ്ങി വരാത്ത ഇസ്രായേലിലെ ബാക്കിയുള്ള ജനതയുണ്ട്. അവരെ വേദപുസ്തകം വിളിക്കുന്നത് മഹാവേശ്യ എന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ മഹാവേശ്യ എന്ന് വിളിച്ചിരിക്കുകയാണ്. മർമ്മം മഹദിയാൻ ബബിലോൺ, സകല വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്ന് വിളിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, മഹാവേശ്യയുടെ ന്യായവിധി വന്നു. ഷി വാസ് ഡിഫീറ്റഡ്, ജഡ്ജ്ഡ് ആൻഡ് കിൽഡ്. എന്നാൽ അതേസമയം അതിൽ നിന്ന് ദൈവം ഒരു റെമനന്റിനെ, ഒരു ശേഷിപ്പിനെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാക്കി മാറ്റി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവൾ ആ പുനർവിവാഹം ചെയ്യപ്പെട്ട ഇസ്രായേൽ. അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പുതിയ നിയമം എന്ന് പറയുന്നത് ചിലരെന്നല്ല കൂടുതൽ ആളുകളും പറയുന്നത് നമ്മളോട് ദൈവം എടുത്ത നിയമമാണ്. പുതിയ നിയമം ഒരിക്കലും ഭൂമിയിൽ ഏതെങ്കിലും മറ്റു ജാതിയോടുകൂടെ ദൈവം സ്ഥാപിച്ച നിയമമല്ല. പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാക്കാൻ ജെറമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യം പോയാൽ മതി. ദൈവം പറയുന്നുണ്ട് ഇസ്രായേലിനോട്, അന്നാളിൽ ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യാൻ പോകുകയാണ്. അത് മിസ്രയീമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചെയ്തതുപോലെ അല്ല. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ഒരു നിയമം ചെയ്യും. അതേ വചനത്തെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ കോട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ഒരു നിയമം ചെയ്യും. അപ്പം ഇന്ത്യക്കാരനോടും പാകിസ്ഥാൻകാരോടും ആഫ്രിക്കക്കാരോടും അമേരിക്കൻ യൂറോപ്യൻസിനോടൊന്നും അല്ല ദൈവം ആ നിയമം ചെയ്തത്. ആ നിയമം കൃത്യമായിട്ട് ദൈവം ചെയ്തത് ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും. ആ ഗൃഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായി, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറിയായി, അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് ഈ കിങ്ഡം ഓഫ് ഗോഡിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ക്രിസ്തുയേശുവിന്റെ ശരീരത്തിലേക്ക് ഭാഗ്യം സിദ്ധിച്ചവരാണ് ദൈവത്തിന്റെ ജനമാകുന്ന ഇന്ന് കാണുന്ന എല്ലാവരും. ആ പുതിയ ഉടമ്പടിയിൽ ദൈവം എന്ത് ചെയ്തു? ജാതികൾക്ക് പ്രവേശനം കൊടുത്തു. അതിൻ്റെ പ്രിവിലേജ് അനുഭവിപ്പാൻ, ദൈവവുമായി ബന്ധം സ്ഥാപിപ്പാൻ ദൈവം പുതിയ നിയമത്തിൽ സകല ജാതികൾക്കും അവസരം കൊടുത്തു. സോ ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നത്, പരാജയപ്പെട്ടു പോയ, പ്രവാസത്തിലേക്ക് പോയ, അന്യദേവന്മാരെ സേവിക്കുവാൻ പോയ, ന്യായവിധിയിൽ അകപ്പെട്ടു പോയ
പഴയ ഉടമ്പടിയുടെ ജനതയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ അതേ സമയം അത്ഭുതകരമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരിക്കൽ പോലും ഇത്രയും തിന്മയിലേക്ക് പോയിട്ടും, ഇത്രയും അഡൾട്ടറിയിലേക്ക് പോയിട്ടും, ഐഡോലേറ്ററിയിലേക്ക് പോയിട്ടും ഇവരെ ഉപേക്ഷിക്കാത്ത ശ്രേഷ്ഠനായ ഒരു ഭർത്താവിന്റെ ചിത്രം നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. തന്റെ പുത്രനെ അയക്കുക. എന്തിനാ അയച്ചത്? റീമാരേജ്. അവരെ വീണ്ടും പുനഃസ്ഥാപിക്കണം, അവരെ പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ദൈവം പുനഃസ്ഥാപനത്തിന്റെ ദൈവം. മത്തായിയുടെ സുവിശേഷം ആരെങ്കിലും വായിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഓർത്തോണം, ഇതിനകത്തൊരു മഹാസത്യം മറഞ്ഞിരിപ്പുണ്ട്. തോൽവി വന്നു, പരാജയം വന്നു, വീഴ്ച വന്നു, താഴ്ച വന്നു എന്നതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഒരു ജീവിതം. ദൈവത്തിന് നിങ്ങളെ അവിടെ നിന്ന്, നിങ്ങൾ എത്ര പാപത്തിന്റെ, എത്ര അഴുക്കിന്റെ അങ്ങേയറ്റം, ഏറ്റവും ഡീപ്പിൽ പോയാലും ദൈവത്തിന് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ പറ്റും. ദൈവം അതിന് സന്നദ്ധനാണ്. ദൈവത്തിന് കഴിയുമെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തിന് മനസ്സുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ കഴിവിനെ പറയാനൊന്നും നമുക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് ഈ കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചത്, നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ എന്നല്ല ചോദിച്ചത്. വിശ്വാസം വളരുമ്പോൾ ഒരിക്കലും ദൈവത്തിന് അത് കഴിയുമോ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് നിനക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ തന്നെ പുനഃസ്ഥാപനത്തിനായി ഇറങ്ങി വന്ന ഒരു വിശ്വസ്തനായ കർത്താവിന്റെ ചിത്രമായി നമുക്കിവിടെ പോകാൻ കഴിയും. അവസാനമായിട്ട് കർത്താവ് മറ്റൊരു കാര്യം കൂടെ അവിടെ കൊണ്ടുവരികയാണ്. അത് മറിയയാണ്. അവൾ വിധവയല്ല, പുനഃസ്ഥാപിക്കപ്പെട്ട വ്യക്തിയല്ല, ഭർത്താവ് മരിച്ചുപോയവളല്ല, പുരുഷൻ തൊട്ടിട്ടില്ലാത്ത ഒരുവൾ എന്ന് പറഞ്ഞാൽ തകർന്ന ഒരു ഭൂതകാലം അവൾക്കില്ല. വീണ്ടും ജീവിതത്തിൽ പുനഃസ്ഥാപനത്തിലേക്ക് വരുന്ന, ഒരു പുനർവിവാഹത്തിന് വരുന്ന സ്ത്രീയല്ല, ഒരു കന്യക. പഴയ ഉടമ്പടിയിൽ തകർന്നു പോയ ജനത്തെ ദൈവം പുതിയ ഉടമ്പടിയിൽ കന്യകയായി കാണുകയാണ്. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ, ഞാൻ എങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കതില്ല, God was restoring her virginity. My God. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഭയെ വിളിക്കുന്നത് കന്യകയാകുന്ന സഭയെന്ന്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? God restore her virginity. അവിടെ കന്യകാത്വത്വത്തെ ദൈവം എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് വരെ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല, അവൾ ഒരു പാപവും ചെയ്തിട്ടില്ല, ഒരു ഐഡലട്രിയിലേക്ക് പോയിട്ടില്ല, ഒരു അഡൾട്ടറിയിലേക്ക് പോയിട്ടില്ല, അവൾ ഒരു തിന്മ ചെയ്തിട്ടില്ല എന്ന് യേശു ക്രിസ്തു തന്റെ പരിശുദ്ധ രക്തത്താൽ കാൽവറിയിൽ സ്ഥാപിതമാക്കിയ രക്ഷാപ്രവൃത്തി കൊണ്ട് സാധ്യമാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തോ മഹത്വം നോക്കി. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരികെ ലഭിക്കാത്ത ആ പവിത്രത മിശിഹാ തമ്പുരാൻ പറയുകയാണ്, എൻ്റെ രക്തത്താൽ, എൻ്റെ കാൽവറിയിലെ മരണത്താൽ ഐ ആം ഗോയിങ് ടു റെസ്റ്റോർ ഇറ്റ്. അങ്ങനെങ്കിൽ പഴയ നിയമത്തിലെ ആ പഴയ ഇസ്രായേലിന് ദൈവം എന്ത് കൊടുത്തത്? ആദ്യം കൊടുത്തത് എന്താ? God restore their virginity. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ എങ്ങും തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബിക്കോസ് ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ന്യായപ്രമാണത്തിന്റെ നീതിയിലല്ല, നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് എൻ്റെ നീതിയിലാണ്. മൈ റൈച്ചസ്നസ്. നിങ്ങളുടെ റൈച്ചസ്നസ് കാറാപ്പുറണ്ട തുണി പോലെയാണ്, അത് മൊത്തം അഴുക്കാണ്. പക്ഷേ നിങ്ങൾ ഇനി മുതൽ ജീവിക്കാൻ പോകുന്നത് എൻ്റെ നീതിയിലാണ്, നിങ്ങളുടെ നീതിയിലല്ല, നിങ്ങളുടെ സ്വയനീതിയിലല്ല, ന്യായപ്രമാണത്തിന്റെ നീതിയിലല്ല, വിശ്വാസത്താലുള്ള നീതിയാൽ. യു ആർ പ്യോർ വെർജിൻ. നിങ്ങളെ ഒരു വിഗ്രഹവും തൊട്ടിട്ടില്ല, ഒരു വിഗ്രഹമാലിന്യവും നിങ്ങളെ തൊട്ടിട്ടില്ല, നിങ്ങൾ ഒരു ബലിയർപ്പണത്തിനും പോയിട്ടില്ല, നിങ്ങൾ ഒരു അന്യദേവനെയും സേവിപ്പാൻ പോയിട്ടില്ല. യു ആർ പ്യോർ. ഐ ബിലീവ് ദാറ്റ് കന്യകയാകുന്ന മറിയ ആ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. മറിയ വെർജിനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയതായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ചിത്രമായി നമുക്കതിനെ കാണാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞാൽ, പഴയതിനെ പുനഃസ്ഥാപിച്ച് പുതിയൊരു ജനത ആരംഭിക്കുക, പുതിയൊരു വംശാവലി ആരംഭിക്കുക, പുതിയൊരു ജനത്തിന്റെ ക്രമം ആരംഭിക്കുക, പുതിയൊരു നിയമം ആരംഭിക്കുക. അതുകൊണ്ട് ഞാനൊരു വാക്കുകൾക്ക് വിരാമമിടാം. ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന പ്രഭാതത്തിലായിരിക്കും, ഉച്ചയ്ക്കായിരിക്കും, രാത്രിയിലായിരിക്കും, അർദ്ധരാത്രിയിലായിരിക്കും, വാട്ട് എവർ മേ ബി. So this is a message, the Sunday message to you.
ബിലീവ് ദാറ്റ് അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. നമ്മുടെ ദൈവം നമ്മളെ വീണ്ടും പുനഃസ്ഥാപിച്ച്, നമുക്കിപ്പം നമ്മുടെ കൈകാലുകൾക്ക് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ അതിനെ പരിശോധിച്ച് നന്നായിട്ട് അതിനെ മുറിവ് വെച്ച് കെട്ടി അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തും. പക്ഷെ നമുക്ക് വീണ്ടും അതിൻ്റെ പാട് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, മുറിവേറ്റാൽ, തകർന്നു പോയാൽ, പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചതുപോലും നമുക്ക് കാണാൻ പറ്റാത്തത്, ഒരു ട്രേസ് പോലും കാണുന്നില്ല, ഒരു പാട് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് ശക്തമായ നിലയിൽ മാറ്റാൻ കർത്താവിന് കഴിയും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരുത്തനെ പുനഃസ്ഥാപിച്ചാൽ അവൻ ഇന്നതുപോലെ തോൽവി പറ്റി എന്നൊരിക്കൽ പോലും പറയത്തില്ല. 3 പ്രാവശ്യം മിശിഹാ തമ്പുരാനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നെ ഒരിടത്ത് പോലും, ചരിത്രത്തിൽ ഒരിടത്ത് പോലും തള്ളിപ്പറഞ്ഞവൻ എന്ന് ആ ഒരു മുറിവിന്റെ പാടില്ലാത്ത നിലയിൽ ദൈവത്തിന് പുനഃസ്ഥാപിപ്പാനായിട്ട് കഴിയും. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ആദ്യത്തെ 4 സ്ത്രീകൾ, പുനർവിവാഹിതരായ സ്ത്രീകൾ, വിധവമാരായ സ്ത്രീകൾ, പഴയ നിയമ ഇസ്രായേലിന്റെ ചിത്രവും, അവസാനത്തെ കന്യകയായ സ്ത്രീ പുതിയ നിയമസഭയുടെ ചിത്രവുമാണ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, പഴയ നിയമത്തിൽ നിന്ന് ദൈവം അവളെ പ്യുവറാക്കി അനേക ജാതികളായ സകല ജാതികളെയും അതിലേക്ക് ദൈവം വിളിക്കുന്നു. അങ്ങനെ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നാമം ആ പ്യോർ വെർജിന്റെ ഭാഗമായിട്ടാണ്. ഒരിക്കൽ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന ഈ ജാതികൾക്ക് ആ പ്യോർ വെർജിന്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചു. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞു, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ വെർജിനിറ്റി ഓഫ് മറി, ആ കന്യകയായ മറിയയുടെ ആ പ്യൂരിറ്റി സകല സഭയിലെ വിശ്വാസികൾക്കും ദൈവം ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുക. യു ആർ പ്യൂർ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. യു ആർ പ്യൂർ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലത്ത് നിങ്ങളെ പാപിയാണ്, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ബട്ട് believe this truth, you are not ugly, you are not a sinner, you are pure. സകല കൊള്ളരുതായ്മയും ചെയ്ത ഇസ്രായേലിനെ നോക്കിയിട്ട് തമ്പുരാൻ പറയാണ്, ഇസ്രായേലിൽ ഞാനൊരു അകൃത്യവും കാണുന്നില്ല, ഒരു തിന്മയും കാണുന്നില്ല. പഴയ നിയമത്തിൽ ദൈവത്തെ അവിശ്വസിച്ച് ജീവിച്ച ഇസ്രായേലിനെ നോക്കി ബിലയാമിലൂടെ ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സഭയെ നോക്കി ഇന്ന് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ദൈവം പറയുന്നു, എൻ്റെ സഭയിൽ ഒരു തിന്മയുമില്ല, ഒരു കുറ്റവുമില്ല, ഒരു പാപവുമില്ല. ഇത് ചിലർക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. കാരണം പാപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നമ്മൾ പോയി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾക്ക് പാപമുണ്ട്, നിങ്ങൾക്ക് കുറവുണ്ട്, നിങ്ങളെ തകർക്കാൻ എന്തൊക്കെയോ നിൽക്കുന്നു എന്നുള്ള ചിന്തകൾ ഒക്കെ മറന്നിട്ട് ഇന്ന് ഈ ദിവസം എൻജോയ് വിത്ത് ദ ലോർഡ് and say, I'm a pure virgin in the sight of God. എൻ്റെ മേൽ ഒരു തിന്മയുമില്ല, because of the blood of the Lord Jesus Christ. സോ മറന്നു പോരുത്, 4 സ്ത്രീകൾ പഴയ നിയമത്തെ കാണിക്കുന്നു. അവസാനത്തെ കന്യകയായ മറിയ മിശിഹായുടെ മഹത്വത്തെ കാണിക്കുന്നു. God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.